മലയാള സിനിമകളുടെ റിലീസ് തുടരുമെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന്, കാര്യങ്ങൾ മുമ്പത്തെ പോലെ മുന്നോട്ട് പോകുമെന്നും ഫിയോക്ക് ചെയർമാൻ ദിലീപ് വ്യക്തമാക്കി. അർജുൻ മട്ടന്നൂർ ഉണ്ട്. അർജുൻ, ഈ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനകൾ ഇപ്പോൾ ഈ പുതിയ റിലീസ് ചിത്രങ്ങൾ എടുക്കുന്നില്ല എന്നറിയിച്ചത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഒരു പുതിയ ചിത്രവും റിലീസ് ചെയ്യില്ല എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നപരിഹാരമായതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ പ്രതികരണം? ബിനിൽ, പ്രശ്നപരിഹാരമായതിന്റെ പശ്ചാത്തലത്തിലല്ല, പകരം ഈ ഫിയോക്കിൽ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായമുണ്ട്. തിരക്കിട്ടെടുത്തൊരു തീരുമാനമാണ് പ്രസിഡന്റ് എ വിജയകുമാറിന്റേത് എന്നൊരു അഭിപ്രായം ഫിയോക്കിനുള്ളിൽ തന്നെയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമരം പിൻവലിച്ചു എന്ന് ചെയർമാനായ ദിലീപ് അടക്കം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നിർമ്മാതാക്കൾ കൂടിയായ നടൻ ദിലീപും ആന്റണി പെരുമ്പാവൂരുമാണ് ഈ ഫിയോക്കിന്റെ ചെയർമാനും വൈസ് ചെയർമാനും. ഈ ദിലീപ് നായകനായ ചിത്രം തങ്കമണി ഈ മാർച്ച് 7-ാം തീയതി റിലീസ് ചെയ്യാനിരിക്കുകയാണ്. മാത്രവുമല്ല, നാദൃശ സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം എന്ന ചിത്രം ഫെബ്രുവരി 23-ന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു. ഇത് ഈ സമരത്തെ തുടർന്ന് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ സംഘടനക്കുള്ളിൽ കൃത്യമായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് പ്രസിഡന്റായ വിജയകുമാർ ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നൊരു അഭിപ്രായം ഫിയോക്കിനുള്ളിൽ തന്നെയുണ്ട്. എന്തായാലും ഈ ചിത്രങ്ങൾ കൂടി റിലീസ് ചെയ്യാനുള്ള തീയതി അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഫിയോക്കിന്റെ ചെയർമാൻ തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച സമരം പിൻവലിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. സംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായ ഏകീകരണം ഇല്ലാതെയാണ് ഫിയോക്കിന്റെ പ്രസിഡന്റ് ഈ വാർത്താ സമ്മേളനം വിളിച്ച് സമരം പ്രഖ്യാപിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ സംഘടനയുടെ ചെയർമാനായിട്ടുള്ള ദിലീപ് തിരുത്തിയിരിക്കുന്നത്. സമരം പിൻവലിക്കുന്നു, പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് ദിലീപ് വാർത്താ സമ്മേളനത്തിൽ കൊച്ചിയിൽ വെച്ച് അറിയിച്ചത്.